നമുക്കളെ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4.6 ആണ്, +2 ഫിസിക്സ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ 3 cm വയർ ക്യാരിങ് എ കറണ്ട് ഓഫ് 10 ആംപിയർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് ഗിവൺ ടു ബി 0.27 ടെസ്ലയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ വയർ? ഓക്കെ, ഇന്നലെ തൊട്ട് മുമ്പ് 4.5 ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സോളിനോയിഡുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടിരുന്ന് NCERT എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് തന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നവരെടുത്ത് എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നത് ഫസ്റ്റ് ലെങ്ത്ത് തന്നിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, സെൻറ്റിമീറ്റർ കയ്യോടെ മീറ്ററിലേക്ക് മാറ്റുക. എസ് യൂണിറ്റിലേക്ക് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഫുള്ള് കിട്ടില്ല, നമ്മളെ ഫൈനൽ ആൻസർ തെറ്റായിരിക്കും. 3 × 10⁻²m മീറ്റർ ആണ് കറണ്ടിൻ്റെ വാല്യൂ. കറണ്ട് സോളിനോട് കൂടി ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 3 ആംപിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, വയറിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ വയർ 10 ആംപിയർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് തന്നിട്ടുണ്ടായിരുന്നു 0.27 ടെസ്ല എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, എന്നിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ചോദിച്ചത്. തൊട്ട് മുമ്പ് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ദ വയർ. ഓക്കെ, ആക്ടിങ് ഓൺ ദ വയർ എത്രയാണ്? ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് F = ILB sin θ ആണ്. F = ആരാ വരിക? ILB sin θ. നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി. ഐൻ്റെ വാല്യൂ എത്രയാണ്? ഐൻ്റെ വാല്യൂ എത്രയാണ്? 3 ആംപിയർ അല്ലേ? ഐൻ്റെ വാല്യൂ 3 ആംപിയർ ആണ്. ഐൻ്റെ വാല്യൂ 3 ആണോ 10 ആംപിയർ ആണല്ലേ? സോറിടാ, 10 ആംപിയർ ആണ്. ഐൻ്റെ വാല്യൂ 10 ആംപിയർ, മറ്റ് 3 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, ഐൻ്റെ വാല്യൂ 10 ആണ്. ലെങ്ത്ത് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻² ആണ്. ഒരു കാര്യം, നമുക്ക് ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, 10 ആംപിയർ ആണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ F = 10 Lൻ്റെ വാല്യൂ 3 × 10⁻² വരും. മാഗ്നറ്റിക് ഫീൽഡ് 0.27 ആണ്. 0.27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 × 10⁻² ആണ്. ദെൻ sin 90 അല്ലെ? തീറ്റ 90 ആണ്. sin 90ൻ്റെ വാല്യൂ 1 ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? 3 × 27. 3 × 27 എന്ന് പറയുമ്പോൾ 60 വരും. 60 + 21 81 ഉണ്ടാവും. 81 പിന്നെ 10⁻² പവറും പിന്നെ 10⁻²ഉം 10⁻² വരുമ്പോൾ 10⁻⁴ ഇവൻ ഒരു 10ഉം. അപ്പോൾ എന്താ, ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോലെ. അപ്പോൾ അത് ക്യാൻസൽ മീൻസ് 1 പവർ 10ഉം 10⁻⁴. അപ്പോൾ 10⁻³ ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. അതായത് 81 × 10⁻³ ന്യൂട്ടൺ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നൊരു കാര്യമാണ്, ഫൈനൽ ആൻസർ ഒരു ഡിജിറ്റ് ഡെസിമൽ ആക്കി കഴിഞ്ഞാൽ 8.1 × 10⁻² ന്യൂട്ടൺ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വയർ എന്ന് പറഞ്ഞാൽ 8.1 × 10⁻² ന്യൂട്ടൺ ആണ്. ഇത്രേ ചോദിച്ചുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചുള്ളൂ. ഇൻ കേസ് ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വയർ വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് ഓർമ്മിച്ചാൽ മതി. ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. അപ്പോൾ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് 4.7 കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.